ദൈവമേ, അച്ഛന് വട്ടായോ? ആച്ചാ, ആരവിടെ? ഞാനിവിടെ. എന്തു പറ്റിയച്ചാ? അച്ഛന് വട്ടായോ? ഒന്ന് പോടാ അവിടുന്ന്. ഇത് കണ്ടോ? കേരള സംസ്ഥാന ലോട്ടറിയാ. 1ാം സമ്മാനം 2 കോടിയാ. ഈ ലോട്ടറി എങ്ങാനും അടിച്ചാ പിന്നെ ഞാൻ ആരാ? കോടീശ്വരൻ. നീയോ? ഒരു ഭ്രാന്തന്റെ മോൻ. എന്ത്? ഈ പോക്കിന് പോയാ ലോട്ടറി അടിക്കുന്നതിന് മുമ്പേ അച്ഛന് വട്ടാവും. സപ്പോസ് അഥവാ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക. എടാ, ലോട്ടറി അടിച്ചിട്ടില്ല, ഒരാഗ്രഹം പറഞ്ഞതാ. എഴുന്നേൽക്ക്. ആ കാശിൽ നിന്ന് നിനക്കൊരു 5 ലക്ഷം തന്നാലേ നീ ആ കാശ് കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ആ കാശ് കൊണ്ട് ചികിത്സിക്കും. ചികിത്സിക്കാനോ? ആരെ ചികിത്സിക്കാൻ? 2 കോടി ലോട്ടറി അടിച്ചാ എന്തായാലും അച്ഛന് വട്ടാവും, ചെലപ്പോ എനിക്കും. അപ്പൊ ആ കാശ് കൊണ്ട് എവിടെയെങ്കിലും പോയി നല്ല ചികിത്സ തരൂ. 5,000 10,000 അധികം വേണ്ടി വരും. അപ്പൊ അച്ഛൻ ആ കാശ് എപ്പ തരും? ഒന്ന് പോടാ അവിടുന്ന്. ആ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ കാശ് നീ ഇപ്പൊ തന്നെ കൊണ്ടുപോയി എന്റെ അക്കൗണ്ടിൽ ബാങ്കിലിടണം. ദാ 1000 രൂപയുണ്ട്. കാശ് സൂക്ഷിച്ചു വെക്കണേ. എടാ, അച്ഛന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്കിലാണേ. നമ്പർ അറിയില്ലേ? അറിയാം, എന്റെ ഫോണിലുണ്ട്. അച്ഛന്റെ അക്കൗണ്ട് നമ്പർ മാത്രല്ല, അച്ഛന്റെ ഒപ്പും എനിക്കറിയാം. ഞാനാരാ മോൻ? മോനെ, ഇതാരുടെ അക്കൗണ്ടാ? എന്റെ അച്ഛന്റെ അക്കൗണ്ട് അല്ലേ? ആ മോനെ, ഇതിലൊരു 500 നോട്ട് കീറിയതാണല്ലോ. ഇത് എടുക്കില്ല, മാറ്റി തരണം. അതിലിപ്പോ ഇത്തിരി കീറിയ നോട്ട് കിടന്നാലും അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതങ്ങോട്ട് ഇട്ടേക്ക്, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അല്ല, മോൻ ടോക്കൺ എടുത്തതാണോ? ഇല്ല, കാശ് എടുത്തിട്ടുണ്ട്. അപ്പോ ടോക്കൺ വേണ്ടേ? വേണോ? മോനെ, ഡോക്ടറെ കാണുമ്പോ ടോക്കൺ എടുക്കണം. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ടോക്കൺ എടുക്കാതെ തന്നെ എനിക്ക് ഡോക്ടറെ നന്നായി കാണാൻ പറ്റും. ഇന്നലെ കൂടി ഡോക്ടർ കാറി പോകുന്നത് ഞാൻ കണ്ടതാ. എടാ മണ്ട, ടോക്കൺ ഉണ്ടെങ്കിൽ അകത്ത് കടന്ന് ഡോക്ടറെ കാണാൻ പറ്റൂ. അത് ശരി, അപ്പൊ അങ്ങനെയാ ഡോക്ടർ പരിശോധിക്കുന്നതിന്. അപ്പൊ കാശ് കൊടുക്കണ്ടേ? മോനെ, ആ കാശ് ഇവിടെ അടച്ചാൽ ഞാനൊരു ടോക്കൺ തരും. അകത്ത് എന്ന് ആ ടോക്കൺ കൊടുത്താൽ മതി. അപ്പോ ഡോക്ടർ പരിശോധിക്കും, കേട്ടാ? ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാ എനിക്കൊരു ടോക്കൺ എടുത്തോ. ആട്ടെ, മോൻ എന്താ അസുഖം? അത് ക്രിക്കറ്റ് കളിക്കിടയിൽ ഒരു അപകടം പറ്റിയതാ. ആഹാ, മോന് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടാണോന്നോ? ഇന്നത്തെ എക്സാമിനെ ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒരു എസ്സേ എഴുതാണ്ടായിരുന്നു. എനിക്കതില് ഫുള്ള് മാർക്ക് കിട്ടും, ഉറപ്പാ. അതെന്താ ഇത്ര ഉറപ്പ്? മോൻ ആ എസ്സേ എഴുതാൻ എത്ര പേജ് എടുത്തു? പേജോ? ഒരൊറ്റ വരിയെ എഴുതിയുള്ളൂ. അതില് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അതെന്താ ആ ഒറ്റ വരി? ഡ്യൂ ടു റെയിൻ നോ മാച്ച്. അയ്യോ അയ്യോ അമ്മേ, എന്റെ അമ്മേ, അയ്യോ. അകത്തോട്ട് പോകുമ്പോ ഇങ്ങേർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് ഒരു ഇഞ്ചക്ഷൻ വെച്ചതാ. ഇഞ്ചക്ഷൻ വെച്ചാ നല്ല വേദന കാണില്ലേ? അല്ല, മോൻ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നതല്ലേ? അല്ലല്ല, ഞാൻ സ്റ്റിച്ച് ഇടാൻ വന്നതാ. ഈ സ്റ്റിച്ച് ഇടുമ്പോ ഇഞ്ചക്ഷൻ വെക്കണോ? ഇവിടുത്തേത് വളരെ ഫേമസ് ഡോക്ടർ അല്ലേ മോനെ. ഇങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോ ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരില്ല. പക്ഷേ ഇഞ്ചക്ഷൻ വെച്ചാലോ ചിലപ്പോ സ്റ്റിച്ച് ഇടേണ്ടി വരും. അകത്തേക്ക് ചെല്ല്, അടുത്തത് മോനാ. എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കിടയിൽ ഒരു അപകടം പറ്റിയതാ. ഈ എക്സാമിന്റെ ഇടയിൽ മോനല്ലാതെ ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ തന്നെ വേണം. അയ്യോ, ഡോക്ടർക്ക് തെറ്റി. എക്സാമിന്റെ ഇടയിൽ കളിക്കാൻ പോയതല്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ അമ്മ പറയുന്നേ ഇന്ന് എക്സാമാ, വേഗം ചെല്ലെന്ന്. അങ്ങനെ ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ തിരക്കിട്ട എക്സാമിന് പോകുന്നതിനിടയിലാ അപകടം സംഭവിച്ചത്. ശരി ശരി, എന്നിട്ട് എന്താ സംഭവിച്ചത്? കളിക്കുന്നതിനിടയിൽ അപകടം പറ്റി പൊട്ടലുണ്ടായ ഇവിടുന്ന് സ്റ്റിച്ച് ഇട്ടരുവോ? പിന്നല്ലാതെ, അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. മോൻ എവിടെയാ തുന്നലിടേണ്ടത്? ദാ, ക്രിക്കറ്റ് കളിക്കുമ്പോ വീണ് ചെരുപ്പിന്റെ വള്ളി പൊട്ടി. പെട്ടെന്നൊന്ന് തുന്നി തരണം.